everyone, welcome to my YouTube channel Coffee and Mascara. എൻ്റെ പേര് എലിസബത്ത് ആൻഡ് ഇത് യൂട്യൂബിലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് മൊത്തത്തിൽ തന്നെ ഈ ബ്യൂട്ടി ഫാഷൻ സെൽഫ് കെയർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനും സംസാരിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. മൊത്തത്തിൽ ഞാൻ നന്നായി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡ് ആകുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ, സോ ദാറ്റ് ഐ കുഡ് ഷെയർ വിത്ത് യു ഓൾ. അപ്പോൾ യു ഗൈസ് ആർ ഹിയർ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൈക്ക ഹോളാണ് കേട്ടോ. നൈക്കയിൽ ഓൾറെഡി ഹോട്ട് പിങ്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതും ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ട് റീസ്റ്റോക്ക് ചെയ്യുന്നതും. ഞാൻ യൂഷ്വലി സെയിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഐറ്റംസ് മേടിച്ച് റീസ്റ്റോക്ക് ചെയ്യൽ. അപ്പോൾ അങ്ങനെ മേടിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. പ്ലസ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെയും യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു റിവ്യൂ പോലെയൊക്കെ ചെയ്യാം എന്നാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. സോ നമുക്ക് ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ദ വെരി ഫേമസ് കോസറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളതാണ്, ലൈക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണിത്. ഇത് ഒരുപാട് ഹൈപ്പ് കേട്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ഇറ്റ് വർത്ത് ദ ഹൈപ്പ് എന്നാണ്. ബിക്കോസ് എനിക്കിത് അമേസിങ് ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഞാനും ഇതുപോലെ എല്ലാവരും പറഞ്ഞു കേട്ട് മേടിച്ച് ഒരു ട്രൈ നടത്തിയതാണ്, പക്ഷെ എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ചിലരിത് പിമ്പിൾസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു, പിമ്പിൾ മാർക്സ് ഹൈഡ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെയും ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി അതിലേക്കാളൊക്കെ കൂടുതലായിട്ട് വർക്ക് ആയത് ഇത് ഭയങ്കര ഒരു ഗ്ലോ തരും കേട്ടോ നമ്മുടെ ഫേസിന്. അതുള്ളതാണ്, ലൈക്ക് വിസിബിളായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ലൈക്ക് തുടക്കമല്ല, ഒരു 3 to 4 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഗ്ലോ ശരിക്കും നമ്മുടെ ഫേസിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനത് രാവിലെയും രാത്രിയും നമ്മുടെ അതായത് സിറമൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്യേണ്ടതാണിത്. ടോണർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണിത്. ഇതൊരു എസെൻസിൽ വരുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു 2 പംപ്സ് ആണ് ഒറ്റ ഫേസിലേക്ക് വേണ്ടിയുള്ളൂ. നമുക്കറിയാം ഇതിൻ്റെ ടെക്സ്ചർ ഒരു ഒട്ടൽ ഫീലുള്ള ടെക്സ്ചറാണ്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് വേഗം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബായി അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇച്ചിരി ഒരു എക്സ്പെൻസീവ് സൈഡാണ്. എനിക്കിപ്പോൾ ഇതിന് മോസ്റ്റ്ലി നോക്കുമ്പോഴത്തേക്കും 1450 ആണ് നൈക്കയിൽ പറയുന്ന പ്രൈസ്. എനിക്കിത് 1187 കിട്ടിയത്. സെയിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടും. എനിക്ക് 1087 റുപ്പീസിനാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഡീലിനാണ് കേട്ടോ കിട്ടിയത്. ആൻഡ് വേർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിച്ച് ട്രൈ ചെയ്യണം എന്നുള്ളവർ ഇങ്ങനെ സെയിൽ വരുന്ന സമയത്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാനിത് ഒരാൾ പറഞ്ഞു കേട്ട് മേടിച്ച പ്രോഡക്റ്റ് ആണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് ആൻഡ് ഹൈലറോണിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്. പ്രോബയോട്ടിക്സ് ആൻഡ് റൈസ് വാട്ടർ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഓൾസോ ഇത് ഡ്രൈ കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ സ്കിൻ വന്നിട്ട് ഒരു നോർമൽ ടു ഡ്രൈ സൈഡ് ആണ്. അപ്പോൾ മാത്രമല്ല ഞാൻ യൂഷ്വലി എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം സെറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് ആണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ ഒരു റെഡിയാക്കി നിർത്തുന്ന ഒരു ഫീൽ എനിക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നല്ല ഹൈപ്പ് കേട്ട് അങ്ങനെ തന്നെ മേടിച്ചതാണ് ഞാൻ. എൻ്റെ ഫ്രണ്ട് എനിക്ക് പേഴ്സണലി ആൾ യൂസ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും കൂടി കേട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ്. ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് കാണിക്കുന്നില്ല കേട്ടോ, അപ്പോൾ പിന്നെ വീഡിയോ അതങ്ങ് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത് വന്നിട്ട് ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചർ എന്നാണ് ചെയ്തിരിക്കുന്നത്. SPF 50+, PA+++++, 4+ വിത്ത് ഹൈലറോണിക് പ്ലസ് 5 സെറമൈഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവർ ക്ലെയിം ചെയ്യുന്ന ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നാണ്. എൻ്റെ സ്കിൻ ഞാൻ പറഞ്ഞല്ലോ നോർമൽ ടു ഡ്രൈ സൈഡാണ്. ആ ഒരു സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഫ്രാഗ്രൻസ് ഫ്രീയും ആണ്.
ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ട് എനിക്ക് ഡ്രൈ സ്കിൻ ഉള്ളവരുടെ കാര്യം എടുത്താൽ അറിയാം, അവർക്ക് യൂഷ്വലി കുറച്ചുകൂടി ഒരു ഡ്യൂയി ടച്ച് ഉള്ള സാധനങ്ങളാണ് കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ. പക്ഷെ എനിക്ക് പേഴ്സണലി അത്ര ഒരു ഗ്ലോയി ഡ്യൂയി സാധനം എനിക്കത്ര താല്പര്യമില്ല. കുറച്ച് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് ഓവറായി എനിക്കങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ ഞാനിങ്ങനെ തിരഞ്ഞ് നടക്കുമ്പോൾ ആണ് ഞാൻ ഇതിങ്ങനെ കണ്ടത്. മാത്രമല്ല ഇതിനകത്ത് സെറമൈറ്റ്സ് ഉണ്ടത് കണ്ടിട്ട് തന്നെയാണ്, കാരണം ഒരു മോയ്സ്ചറൈസിങ് സൺസ്ക്രീനാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം, ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ കേട്ടിട്ടാണ് ഞാൻ ഇത് മേടിച്ചിട്ട് എനിക്ക് ഇതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സൺസ്ക്രീനാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് കേട്ടോ. എനിക്കിത് കിട്ടിയത് ഞാനിതിവിടെ കൊടുത്തേക്കാം. എൻ്റെ പ്രൈസ് പറയുന്നത് 595 ആണ്, പക്ഷേ എനിക്ക് 446 450ക്ക് താഴെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഡീലായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, സെയിൽ വരുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ്സ് എല്ലാം മേടിച്ച് വെക്കുവാണെങ്കിൽ നല്ലതാണ്. ലൈക്ക് നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പോൾ സൺസ്ക്രീൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഞാൻ ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ്. പുറത്തു പോയാലും അകത്താണെങ്കിലും ഒക്കെ ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ സൺസ്ക്രീൻ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇങ്ങനെ സെയിലൊക്കെ വരുമ്പോൾ നല്ല ഡീലിൽ കുറച്ച് മേടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ അതായിരുന്നു അടുത്ത പ്രോഡക്റ്റ്. അപ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ വേറെയും സൺസ്ക്രീൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെയിം സാധനം തന്നെ കേട്ടോ. അപ്പോൾ അത് ഒരുമിച്ച് കാണിച്ചു വരുന്നെങ്കിൽ ആ സെക്ഷൻ അങ്ങ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ സെയിം തന്നെ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നുണ്ടോ ഇത് ഫോക്കസ്? ഓക്കെ. അപ്പോൾ ഇത് സെയിം തന്നെയാണ്. അതിന് ഞാൻ 3 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സൺസ്ക്രീൻ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് മേടിച്ച് വെക്കും ഇങ്ങനെ സെയിൽ വരും. പിന്നെ ഇപ്പോൾ കുറേ നാളത്തേക്ക് എന്തായാലും വേണ്ടി വരില്ല, അപ്പോഴേക്കും അടുത്ത സെയിലാവും. അപ്പോൾ പിന്നെ അങ്ങനെ ഡിസ്കൗണ്ട് നോക്കിയിട്ട് ഞാൻ മേടിച്ച് വെക്കാറുള്ളൂ. സൺസ്ക്രീൻ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു. വേറെ 2 പാക്ക് ഉണ്ട്. ഇതൊന്ന് ചെറുതാണ് കേട്ടോ. ഇത് 50 ഗ്രാംസ്. ഇത് 50യുടെയും ഇത് 80യുടെ. ആദ്യം കാണിച്ചത് 80യുടെ തന്നെയാണ്. അങ്ങനെ ഞാൻ 3 എണ്ണം സെയിം തന്നെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ അതായിരുന്നു അത്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് വീണ്ടും സൺസ്ക്രീനാണ്. എനിക്ക് വട്ടാന്ന് വിചാരിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ സൺസ്ക്രീൻ എനിക്ക് കുറച്ചൊരു ഒബ്സഷൻ അല്ല, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്. സോ അതുകൊണ്ട് ഞാൻ കുറച്ചധികം മേടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. പൊട്ടിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ സെയിം ഡോട്ട് ആൻഡ് കീയുടെ തന്നെ വേറൊരു സൺസ്ക്രീൻ കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ് കേട്ടോ. അക്വാജൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സെയിം SPF ആണ്, 50+ PA++++, ബ്രോഡ് സ്പെക്ട്രം വിത്ത് ഹൈലറോണിക് ആസിഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു അബദ്ധം എന്നല്ല ഞാൻ ഇത് വായിക്കുന്നത്. ഇത് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടിയിട്ടാണ്, നോൺ ഓയിലി ഫിനിഷ് എന്നാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മേടിക്കുന്നത്. ലൈക്ക് സെയിം തന്നെ വേറൊരു വേരിയൻ്റ് ആണ് ഞാൻ ആദ്യം കാണിച്ചതിൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അബദ്ധമാവോ അറിയില്ല. എന്തായാലും ഞാൻ ഇതും യൂസ് ചെയ്തിട്ട് രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാം കേട്ടോ. അപ്പം ഇത് വേറൊരു സൺസ്ക്രീനാണ്. ഇതിൻ്റെ തന്നെ ചെറിയൊരു പാക്കും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. 80 ഗ്രാമും 50 ഗ്രാമുമാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ എത്രയായി? 5 സൺസ്ക്രീൻ ആണല്ലേ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അത്രയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ആ ഒരു പാക്കറ്റ് കഴിഞ്ഞു. ഇല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ ഒരു ഫ്രീബി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡോട്ട് ആൻഡ് കീയുടെ തന്നെ നയസിനമൈഡ് പ്ലസ് സിക്ക അൾട്ടിമേറ്റ് സ്പോട്ട്ലെസ് ഗ്ലോ ഫേസ് സീറമാണ്. ഇത് ആക്നെ സ്കാർസ് ഒക്കെ ഫെയ്ഡ് ചെയ്യിക്കും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. 10% നയസിനമൈഡ് ആണ് ഉള്ളത്. ഞാൻ ഓൾറെഡി നയസിനമൈഡ് സീറം യൂസ് ചെയ്യുന്നതാണ്. ആൽഫാർബ്യൂട്ടിനൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ട്രൈ നടത്തി നോക്കാം, എന്നിട്ട് ഞാൻ എങ്ങനെയുണ്ട് എന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇത് 3 ml ഒരു കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ, വെരി ടൈനി. അങ്ങനെ ഒരു കുഞ്ഞു സാധനം കൂടി കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഞാൻ 2 പാക്കേജും കൂടെ ഒരുമിച്ചാണ് കേട്ടോ കാണിക്കുക, കാരണം സൺസ്ക്രീൻസ് 2ലും കൂടെ ക്ലബായി പോയിട്ടുണ്ടായിരുന്നു. 2 വട്ടമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഞാൻ 2 വട്ടമായിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് 2 എണ്ണത്തിലും ഞാൻ സൺസ്ക്രീൻസ് മേടിച്ച് കൂട്ടിയുണ്ട്. എനിക്ക് 2 എണ്ണം സെയിം സാധനം കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ.
ഇതൊരു ക്രീം ബ്ലഷ് ആണ്. സോ എനിക്ക് ബ്ലഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. അറിയില്ല ഇതിൻ്റെ ഷെയ്ഡ് നെയിം ഒന്നും എഴുതിയിട്ട് ഓക്കെ ഉണ്ട്. ഷെയ്ഡ് 5 ആണ്. ചീക്ക് ഓ പിങ്ക് എന്നാണ് ഷെയ്ഡ് നെയിം വന്നിട്ട്. ഇതെനിക്ക് കിട്ടിയത് എത്രയ്ക്കാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് 299 പ്രോഡക്റ്റ് ആയിരുന്നു. എനിക്ക് 209 കിട്ടി. 200 റുപ്പീസിൻ്റെ അടുക്കെ 200 റുപ്പീസിന് മേലെ അത്രയും കിട്ടി. ഞാൻ എൻ്റെ പിഗ്മെൻറ്റേഷൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഞാൻ എന്തായാലും ഓക്കെ ഇതൊന്ന് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് എടുത്തത്. കുഴപ്പമില്ല, ഞാൻ ചീക്സിലിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബ്ലഷ്. ഇത് ഇല്ല നല്ല കളറാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെയാണ്. ഇതിൻ്റെ വേറെയും ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു. ഞാൻ അതിൽ നിന്നൊരു 3-4 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തത്. ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അടുത്ത പ്രോഡക്റ്റ്. ഇതിനകത്ത് ഒരു സാധനം കൂടി ഉണ്ട്. ഇത് ഞാൻ മേടിച്ച ഇതൊരു നെയിൽ പെയിൻ്റ് ആണ് കേട്ടോ. ഇത് നൈക്കയുടെ നെയിൽ പെയിൻ്റ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പീസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ളൊരു ഫോട്ടോയിലൂടെ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇത് പീസ് ഔട്ട് 330 എന്ന് പറയുന്നതാണ് ഷെയ്ഡ് നമ്പറും നെയിമും വന്നിട്ട്. നൈക്കയുടെയാണ്. കുഴപ്പമില്ലാത്ത ഷെയ്ഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കുറച്ചുകൂടെ ന്യൂഡ് കളേഴ്സാണ് ഇഷ്ടം, ഒരുപാട് ബ്രൈറ്റിനേക്കാളും. അപ്പോൾ ഞാൻ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് മേടിച്ചിട്ടുള്ള ഒരു നെയിൽ പെയിൻ്റ് ആണ്. ഓക്കെ, എനിക്ക് ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. ഇത് നൈക്കിൻ്റെ ഒരു ഷവർ ജെല്ലാണ് കേട്ടോ. ലവ് സ്ട്രക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു വേരിയൻറ്റിൽ ടെൻഡർ ടച്ച് ആണ് ഇതിൻ്റെ ഇത് വന്നിട്ട്. ഷവർ ജെൽ ഇത് ഞാൻ മേടിച്ചതല്ല, ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. എൻ്റെ നൈക്കിൽ നിങ്ങൾക്ക് നൈക്ക യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ബർത്ത്ഡേ മന്ത് ആകുമ്പോൾ അവർക്ക് ഫ്രീ കിട്ടുന്നൊരു ഇതുണ്ട്. അത് പ്രൈം മെമ്പേഴ്സിനാണോ അതോ എല്ലാവർക്കും കിട്ടുമോ എനിക്കറിയില്ല. എന്തായാലും ഫ്രീ കിട്ടുന്നൊരു പരിപാടി ഉണ്ട് നൈക്കയിൽ. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേ മന്ത് ആണ്, ജൂലൈ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫ്രീ കിട്ടിയതാണിത്. ഞാൻ കുറച്ചും കൂടെയും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കുഴപ്പമില്ല, കിട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതായിരുന്നു ആ ബോക്സ്. ഇനി ഒരു ബോക്സും കൂടെയാണ് നമുക്കുള്ളൂ. ഈ ബോക്സ് വരാൻ ലേറ്റ് ആയി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനും ലേറ്റ് ആയിട്ടുള്ളത്. കാരണം സെയിൽ ഓൾറെഡി കഴിയാനായിട്ടുണ്ട് നൈക്കിൻ്റെ. ഞാൻ ചെയ്യാൻ ഒരുപാട് ലേറ്റായി. അപ്പോൾ എൻ്റെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇത് ഒരു ബോഡി സ്ക്രബാണ്, ബോഡി വൈസിൻ്റെ. ഞാൻ ബോഡി സ്ക്രബ് ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ബോഡി വൈസിൻ്റെ ഇവർ ടാൻ റിമൂവലൊക്കെയാണ് പറയുന്നത്. എക്സ്ഫോളിയേഷൻ ഓഫ് ഡെഡ് സ്കിൻ സെൽസും ഇൻഗ്രോൺ ഹെയർ റിമൂവൽ, ടാൻ റിമൂവൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൺസേൺ എന്ന് വെച്ചാൽ എനിക്ക് സ്ട്രോബെറി ലെഗ്സ് ഉണ്ട്, KP അതായത് കെരാറ്റോസിസ് പൈലറേസിസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം. എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് വർക്ക് ആവുമെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് യൂസേജിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഫ്യൂച്ചറിലൊരു അപ്ഡേഷൻ പോലെ തരാം കേട്ടോ, ലൈക്ക് വർത്ത് ആയിരുന്നു എന്നുള്ളത്. ഇതും അഗെയിൻ ഞാൻ വളരെ എക്സ്പെക്റ്റേഷനോട് കൂടി മേടിച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് ആക്നെ സ്ക്വാഡിൻ്റെ ഒരു സൂപ്പർ സേവിയർ സ്പോട്ട് കറക്റ്ററാണ്. അത് നമ്മുടെ ആക്നെ മാർക്സ് ഒക്കെ കറക്റ്റ് ചെയ്യും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഒന്നും പ്രൈസ് പറഞ്ഞില്ല, ചിലതിൻ്റെയൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും ഞാൻ പ്രൈസ് സഹിതം ഇവിടെ ഫോട്ടോയിൽ കൊടുക്കുന്നുണ്ടാവും എല്ലാ പ്രോഡക്ട്സിൻ്റെയും. അപ്പോൾ ഇതൊരു സ്പോട്ട് കറക്റ്ററാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആക്നെ മാർക്സിൻ്റെ ഒക്കെ എനിക്ക് ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം, കുറച്ച് ആക്നെ മാർക്സ് ഒക്കെ ഉണ്ട്. ആക്നെ മാർക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇവർ ഡെയിലി ട്വൈസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഡാർക്ക് സ്പോട്ട്സിൻ്റെ ഒക്കെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത് രണ്ടൊരു ഫസ്റ്റ് ട്രൈ ആണ്. പിന്നെ എനിക്കിതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പൗച്ചാണ് കേട്ടോ. ഇത് എനിക്ക് ആക്നെ സ്ക്വാഡിൻ്റെ സ്പോട്ട് കറക്റ്റർ മേടിച്ചപ്പോൾ കിട്ടിയൊരു പൗച്ചാണ്. നമുക്ക് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ് കേട്ടോ. നല്ല പൗച്ച്. നല്ല വേണം. സോ ദാറ്റ്സ് ദ എൻഡ്. ഇത്ര ഐറ്റംസ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ എപ്പോഴും
മേടിക്കുക അങ്ങനെയല്ല. ഞാൻ സെയിലൊക്കെ വരുമ്പോൾ ഡിസ്കൗണ്ട്സ് നോക്കിയിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളതും അല്ലെങ്കിൽ റീസ്റ്റോക്കിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാൻ ഐറ്റംസ് മേടിക്കാറ്. അങ്ങനെ മേടിക്കുന്ന കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ഡീലിന് ഐറ്റംസ് കിട്ടും. മിക്കവാറും തന്നെ നൈക്കിയിൽ സെയിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മേടിക്കണമെന്ന് ആവശ്യമുള്ള ഐറ്റംസ് മേടിക്കാവുന്നതാണ് കേട്ടോ. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ ഇതുപോലത്തെ അല്ല, കുറച്ചുകൂടെ ബെറ്റർ കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.